കർക്കിടക സമയം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സീസണൽ സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കും. ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നല്ലൊരു ചൂട് കാലത്ത് നിന്നും നമ്മൾ തണുത്ത കാലത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് ഒത്തിരി വ്യതിയാനങ്ങളുണ്ടാകും. ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണം നമ്മൾ ജലത്തിലിട്ടിട്ട് ഒരു കട്ടിയുള്ള സ്ഥലത്തേക്ക് തട്ടി ഒരു ചോലേക്ക് തട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമോ അതുപോലെ ശരീരത്തിന്റെ ആരോഗ്യം നല്ലതായി ക്ഷയിക്കും. ഡോക്ടർ, ഈ കർക്കിടക മാസം ശരിക്കും ആയുർവേദത്തിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് മാസമാണല്ലോ. നമുക്കിപ്പോൾ കർക്കിടക കഞ്ഞിയുണ്ട്, ഈ സമയത്ത് കുറേ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. എന്താണ് ഈ കർക്കിടകത്തിന് ഈ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കാൻ കാരണം? കർക്കിടക സമയം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സീസണൽ സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കും. നമ്മൾ സമ്മർ കഴിഞ്ഞു, പെട്ടെന്ന് നമ്മൾ മൺസൂണിലേക്ക് പോവാം. അപ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നല്ലൊരു ചൂട് കാലത്ത് നിന്നും നമ്മൾ തണുത്ത കാലത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് ഒത്തിരി വ്യതിയാനങ്ങളുണ്ടാകും, കുറേ വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒരു ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണം നമ്മൾ ജലത്തിലിട്ടിട്ട് ഒരു കട്ടിയുള്ള സ്ഥലത്തേക്ക് തട്ടി ഒരു ചോലേക്ക് തട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമോ അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യം നല്ലതായി ക്ഷയിക്കും. ആ ക്ഷയിക്കുന്ന ആരോഗ്യത്തിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള മെഡിക്കൽ മെക്കാനിസംസ്, പഞ്ചകർമ്മ പോലുള്ള പ്രതികരികൾ, ഡയറ്ററി മോഡിഫിക്കേഷൻസ് ഒക്കെ ശരീരത്തിന് അനുഗുണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ആയുർവേദം അഡ്വൈസ് ചെയ്തിരിക്കുന്നു. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ മോയിസ്നെസ് ആ സമയത്ത് ഉണ്ടാകുന്ന ഫംഗൽ മറ്റ് ഗ്രോത്ത് നമുക്ക് ചുറ്റും ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ആ ഉണ്ടാകുന്ന പ്രകൃതി കണ്ടുന്ന പ്രകടമായ മാറ്റങ്ങൾ അത് ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഒരു പ്രിസർവേഷനാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്.